ഹലോ, വെൽക്കം ടു നോസ്റ്റു ഫ്ലേവേഴ്സ്. ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. നല്ല ക്രിസ്പി ടീ ടൈം സ്നാക്കാണിത്. കാരപ്പൂരി എന്നാണ് ഇതിന് പറയുക. ഇതെൻ്റെ അമ്മുമ്മ പണ്ട് മിക്കപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു സ്നാക്ക് ഐറ്റമാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വരൂ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ ഒരു ബോളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഗോതമ്പിലും ഉണ്ടാക്കാം, പക്ഷേ കൂടുതൽ രുചി മൈദയിൽ ഉണ്ടാക്കുമ്പോഴാണ്. ഇതിലോട്ട് 1.25 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും. ഇത് കശ്മീരി മുളക് പൊടിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇതിലോട്ട് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാവ് ഒരുപാട് സോഫ്റ്റായി പോവുകയും ചെയ്യരുത്, ഒരുപാട് അങ്ങ് ടൈറ്റായി പോവുകയും ചെയ്യരുത്. ഇതുപോലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ആദ്യം ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്ത് ഉരുണ്ടകളാക്കി വയ്ക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പൊടിയിൽ മുക്കി പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒട്ടും തന്നെ കട്ടിയില്ലാതെ എത്രത്തോളം തിന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. എന്നാലേ നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പൂരി പോലെ ആയിപ്പോവും, ആ ക്രിസ്പി ടെക്സ്ചർ കിട്ടത്തില്ല. പരത്തിയെടുത്ത് ഇതുപോലൊരു അടപ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്ന പാടായിരിക്കും. അതുകൊണ്ട് കൂടുതൽ മാവെടുത്ത് വലുതായിട്ട് പരത്തി 4 വീതം ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം പരത്തിയെടുക്കാൻ പറ്റും. കടായിൽ എണ്ണ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, കരിഞ്ഞു പോവും. അതുപോലെ ലോ ഫ്ലെയിമിലിട്ടാൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. കട്ടി കുറച്ച് പരത്തിയെടുത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി പരത്തിയെടുത്തെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരപ്പൂരി റെഡി ആയിട്ടുണ്ട്. കാരം എന്ന് പറഞ്ഞാൽ തമിഴിൽ എരിവ് എന്നാണ് അർത്ഥം. മുളക് പൊടിയുടെ എരിവുള്ളുണ്ടാവണം ഇത് കാരപ്പൂരി ആയത്. ഈ ഷേപ്പിലല്ലാതെ നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കത്തില്ലേ, അതുപോലെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ ഉണ്ടാക്കിയാൽ 10 ദിവസം വരെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നാക്കായിട്ട് കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.